പ്രിയപ്പെട്ട കൂട്ടുകാരെ, ചങ്ങനാശ്ശേരിയിലെ ഒരു അത്ഭുതം നിങ്ങളെ കാണിക്കാൻ പോവാണ്. ഇത് കണ്ടില്ലെങ്കിൽ അത് വലിയ നഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. പിന്നെ 54 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഒരു ഷോപ്പ്, ഒരു കിടുക്കാച്ചി ഷോപ്പ്. ഇതേ കാണാൻ സംഗീത ഗിഫ്റ്റ് ഹൗസ്, സംഗീത ഫുഡ് ഫേസ്, സംഗീത ടെക്സ്റ്റൈൽസ്. പിന്നെ നമുക്ക് ആദ്യം ഗിഫ്റ്റ് ഹൗസിലേക്ക് പോവാം. എന്നിട്ട് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് നേരിട്ട് കണ്ടറിയാം. ഓക്കെ അല്ലേ? വാ. ഇപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അതുകൊണ്ടോ കൈത്തറി സംഗീത, അതായത് സംഗീതയുടെ കൈത്തറി സെക്ഷനാണ്. ഇന്ന് ഞായറാഴ്ച കൊണ്ട് അവധിയാണ്. എന്നിരുന്നാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കാണാം. വാ. പ്രിങ്കിൾസ്, കിറ്റ്കാറ്റ് കാര്യങ്ങൾ. ആഹാ, കുറെ സാധനങ്ങളുണ്ടല്ലോ ഇവിടെ. അല്ല വേണ്ട, ഇവിടെ മൊത്തം ക്യാമറയാ പ്രേക്ഷകരെ, എന്നെ പിടിക്കും. അപ്പോൾ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, കണ്ടോ, ഒരു എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് പോലെ നല്ല വൈബല്ലേ ഇത്? അടിപൊളിയല്ലേ? ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഇത് കാണാൻ വേണ്ടി ഒരാളെ തപ്പണം. ഇങ്ങനെ നടക്കുമ്പോ. ഹലോ, നമസ്കാരം. എന്നാ പേര്? ആദിൽ. അതിൽ ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് ഒന്നും നമ്മുടെ പ്രേക്ഷകരോട് സംസാരിക്കാം. ഇതേ നമ്മുടെ ആദിലിനെ കിട്ടിയിട്ടുണ്ട്. വാ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഈ മുട്ട ചോക്ലേറ്റ്സ് ഇതൊക്കെ കൂടുതലും ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സ് ആണ്. ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതും ഇതൊക്കെയാണ്. ഫെറോറോ റോഷർ, ലിൻഡ്, ജുവൽസ്, ക്വാളിറ്റി സ്ട്രീറ്റ്. പിന്നെ ഇതൊക്കെയാണ് ബിസ്ക്കറ്റ് ആണ് ഏറ്റവും കൂടുതൽ. ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങൾ, ടോപ്പിക്സ്. അതെ, ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഈ സംഭവം ഇതെന്ന് പറയുമ്പോൾ സംഗീതയുടെ ലോഗോ ആണ്. ഈ ഒരു ഷേപ്പ് സംഗീതയുടെ ലോഗോ ആണ്. ഒരു 10-30 വർഷമായിട്ട് ഉള്ളതാണ് ഈ സാധനം. ഓക്കെ. അതില് ഇവിടെ ചോക്ലേറ്റ്സിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടല്ലേ? ഒരുപാട് കളക്ഷൻ. ഓരോ കമ്പനിയുടെ ഓരോ ടൈപ്പ് ചോക്ലേറ്റ്സ്, എല്ലാ ബ്രാൻഡ്സും ഉണ്ട്. ബിസ്ക്കറ്റ്സ്, വേഫർ റോൾസ്, വേഫേഴ്സ്, എല്ലാ ടൈപ്പും ഇവിടെ ഉണ്ട്. പിന്നെ ഇതൊക്കെ വന്നിട്ട് ഇതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ്, ഡേറ്റ്സ്, അതുപോലെ അതില് ഗിഫ്റ്റ് ബോക്സ് ഇതൊക്കെയാണ് പ്രീമിയം ടൈപ്പ് ഗിഫ്റ്റ് ബോക്സ് ആണ്. അല്ലെങ്കിൽ വാച്ച് ബോക്സ് ഉണ്ട്. വാച്ച് ബോക്സ് ഉണ്ട്. കാണിച്ച് നമ്മുടെ പ്രേക്ഷകരെ കാണിക്കേണ്ടത്. വാച്ച് ബോക്സ് ഉണ്ട്. ഇങ്ങനെ ടൈപ്പ് സാധനങ്ങളാണ് ഇവിടെ ഗിഫ്റ്റ് ബോക്സ്. അപ്പോൾ പ്രിയ പ്രേക്ഷകർ, ഇതുണ്ടോ, ഓട്സിന്റെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റിക് പേഷ്യൻസിന് പറ്റിയ ഷുഗർ ഫ്രീ സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും. എൻ്റെ മുന്നോട്ടുകാർ ഇവിടെ വാച്ചിന്റെ ഒരു ലോഡ് കളക്ഷൻ ഇവിടെ ഉണ്ട്. ലേഡീസിന്റെ, ജെന്റ്സിന്റെ. ഇത് കേട്ടോ, നോക്കി, അടിപൊളി. അതിലെ ഇവിടെ പെർഫ്യൂമിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടല്ലോ. ഇതാണ് നമ്മുടെ പെർഫ്യൂമിന്റെ സെക്ഷൻസ്. ഇന്റർനാഷണൽ ബ്രാൻഡ്സിന്റെ തൊട്ട് നോർമൽ ബ്രാൻഡ്സിന്റെ വരെ പെർഫ്യൂംസ് ഇവിടെ ലഭിക്കും. ഉണ്ട്. അപ്പൊ ഞാൻ അതെ, ആരും പറയില്ലേ. ഡിയോഡ്രന്റും പെർഫ്യൂംസും ഈ ഒരു സെക്ഷനിലാണ്. ഒന്ന് കാണിക്കാവോ? എന്റെ പൊന്നാതിലെ വളയുടെ, കമ്മലിന്റെ, ക്ലിപ്പിന്റെ ഒരു ലോഡ് കളക്ഷൻസ് ആണ് ഇവിടെ കിടക്കുന്നത്. സത്യം പറയാലോ, എനിക്ക് ഒരു വിഷമം തോന്നുന്നുണ്ട്. എന്നെ അറിയോ, എന്ത് വൈഫിനെ കുഞ്ഞിനെ കൂടെ കൊണ്ടുവരുന്ന വേറെ കാര്യമുണ്ട്. അവരെ കൂടെ കൊണ്ടുവന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോക്ക് നടക്കുന്നില്ല. അതുപോലെ കളക്ഷൻസ് ആണ് എന്റെ പൊന്ന് പ്രേക്ഷകരെ ഇവിടെ ഇരിക്കുന്നത്. കണ്ടോ, എന്താ വൈബ്. എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ഗേൾസിനും പറ്റിയ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഏത് ഏജ് ഗ്രൂപ്പിനെ പറ്റിയ എല്ലാ സാധനങ്ങളും, കൊച്ചു തൊട്ട് വലിയ അമ്മച്ചിമാർക്ക് വരെയുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. എന്റെ പൊന്നമ്മമാരെ, പെങ്ങന്മാരെ, ഇത് കണ്ടോ, കമ്മലിന്റെ ഒരു ലോഡ് കളക്ഷൻ ആണ് ഇവിടെ. ഇതുണ്ടോ, ഇവിടെ നോക്കി, കണ്ടോ, കണ്ട. പിന്നെ വന്നിട്ട് ക്ലിപ്പ് കാര്യങ്ങള്. ഇതിനെന്താ പറഞ്ഞ, പുഴുവല്ലല്ലോ, ബുഷ്. ഇതുണ്ടോ, അടിപൊളി. എന്ത് പറ, ഇതുണ്ടോ, അടിപൊളി. അയ്യോ, ഇത് മുല്ലപ്പൂവാണോ? മുല്ലപ്പൂണോ അതില്? അല്ല, മുല്ലപ്പൂല്ല, മണോട്. പക്ഷെ മുല്ലപ്പിന്റെ. പിന്നെ ഇവിടെയാണ് നമുക്ക് കോസ്മെറ്റിക്സിന്റെ ഫുൾ ഒരു സെക്ഷനാണ് ഇവിടെ. കോസ്മെറ്റിക്സ് സാധനങ്ങളെല്ലാം ഈ ഒരു സെക്ഷനിലാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കൊരു നല്ലൊരു കസ്റ്റമർ ഫാമിലി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചേച്ചിയോട് ചോദിക്കാം. ചേച്ചി, എന്താ പേര്? എന്റെ പേര് റീനു. സ്ഥിരമായിട്ട് വരാറുണ്ടോ? ഞാൻ മിക്കപ്പോഴും വരാറുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളും?
നല്ല Selections കളക്ഷൻസ് ആണ്. ഞാൻ എപ്പോഴും മിക്കപ്പോഴും തന്നെ ഇവിടെ തന്നെ വരാറ്. ഇവിടെ വന്നാണ് എല്ലാം സെലക്ട് ചെയ്യാറ്. ഇനി നമുക്ക് മുകളിലോട്ട് പോയാലോ? മുകളിലാണെങ്കിൽ കുറെ ടൈപ്പ് ഗിഫ്റ്റ് ഐറ്റംസ്, അതുപോലെ തന്നെ കുറെ ഒരു സാധനമാണ് മുകളിലത്തെ ഫ്ലോറിലേക്ക്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് മേളിലോട്ട് പോകാം, അവിടുത്തെ കാഴ്ചകൾ കാണാം. അമ്പമ്പോ, ഇതെന്താ സംഭവം? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ചങ്ങനാശ്ശേരി സംഗീതയുടെ വിഷുക്കണി കാണണോ? കണ്ടോ? 1 2 3. കൂട്ടുകാരിതുണ്ടോ? നമ്മുടെ ബാഹുബലി സിനിമയ്ക്ക് അത് പ്രഭാസ് ഓടിച്ച കുതിരയാണെന്ന് സംശയമില്ലാതില്ല. കുതിരയുടെ ഒരുപാട് വെറൈറ്റികളുണ്ട്. ഇതുണ്ടോ? നോക്കിയേ, ഇതുണ്ടോ? വെള്ളക്കുതിര, കറുത്ത കുതിര, പച്ചക്കുതിര, തമ്പല കുതിര. ഇത് ആനയുടെ ബഹളം അവിടെ. അതിലേ എന്തോ പ്രിയ പ്രേക്ഷകരെ, എനിക്കൊരു കാര്യം ചോദിക്കുന്നുണ്ട്. അതിലെ എന്തോ നമ്മുടെ കൃഷ്ണ ഭഗവാൻ, ബുദ്ധ ഭഗവാൻ, ഇത്രയും മനോഹരമായിട്ടുള്ള ഈ രൂപങ്ങൾ ഇവിടെ എങ്ങനെ വന്നു? അത് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഈ സാധനം വേണമെങ്കിൽ സംഗീതം വരാം. ഇതുപോലത്തെ കുറെ കളക്ഷൻസ് നമുക്കുണ്ട്. അത് സീക്രട്ട് പറയാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞപ്പം ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇനി കിടക്കുന്നേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നേരെ ചങ്ങനാശ്ശേരി സംഗീതയിലോട്ട് വരിക, ഗിഫ്റ്റ് ഹൗസിലോട്ട് വരിക. അപ്പൊ കാണാൻ പറ്റും നമ്മുടെ കൃഷ്ണ ഭഗവാനെ. പ്രേക്ഷകരെ, ഇത് കണ്ടു നമ്മുടെ ക്രിസ്തുവിന്റെ അന്ത്യത്താഴം. എന്നാ വർക്കാന്ന് നോക്കി, ജീവനുള്ള പോലെ നമുക്ക് തോന്നത്തില്ലേ? എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ, നോക്കിക്കേ, എന്തോ രസമാണെന്നറിയോ? നമ്മളോട് സംസാരിക്കുന്ന പോലെ തോന്നും. അത്രയ്ക്കും ഒറിജിനാലിറ്റിയാണ്. ചരിത്രം ഉറങ്ങുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കാണണോ എങ്കിൽ സംഗീതത്തിലോട്ട് വരും. ഇതുണ്ടോ? ഇങ്ങോട്ട് നോക്കി, പഴയ കാറ്, ട്രെയിന്, ഇതുണ്ടോ? നോക്കിയേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാ. ഇതുണ്ടോ? എന്റെ പൊന്നെ, അയ്യോ മറിഞ്ഞു പോലും. ഇതുണ്ടോ? ജോസ് പ്രകാശ് ഓടിച്ച വണ്ടിയാന്ന് തോന്നുന്നല്ലേ? എല്ലാം ഇഷ്ടപ്പെട്ടില്ല. ഈ വണ്ടി ഞാൻ ഓടിച്ചിട്ടുണ്ട്. കണ്ടോ? അടിപൊളി, സൂപ്പർ. ബൈനോക്കുലർ ഉണ്ട്. ഇതുണ്ടോ? ഇതാണ് ഏറ്റവും ഹൈലൈറ്റ്. ബുദ്ധ ഭഗവാൻ കണ്ടോ? ബുദ്ധ ഭഗവാന്റെ ഒരുപാട് രീതിയിലുള്ള രൂപങ്ങൾ. ഇതുണ്ടോ പ്രേക്ഷകരെ? ഈ ബുദ്ധ ഭഗവാന്റെ ഈ രൂപത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് മലേഷ്യൻ മെയ്ഡാണ്. കണ്ടോ? നോക്കിയേ, നമ്മൾ ഈ ലോകത്തിൽ നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് മനസ്സിനൊരു ശാന്തത വേണ്ടേ? ഇപ്പൊ കാണിച്ചു തരാം. കണ്ടോ? ഇങ്ങനെ അതിലേ നീ എവിടെ പോയി കിടക്കുമായിരുന്നു? നിന്നെ തപ്പിക്കൊണ്ടിരിക്കടാ. മണിച്ചിത്രത്താഴ് സിനിമയില് അതിനകത്ത് ലാലേട്ടൻ സുധീഷേട്ടനെ വിളിക്കുന്ന ഒരു ഡയലോഗുണ്ട്. ഏതാ പേരുണ്ട്? കിണ്ടി. ആണ്ടിരിക്കുന്നത് കിണ്ടി. പ്രേക്ഷകരെ, ഇതാണ്ടിരിക്കുന്നത് കിണ്ടി. എന്റെ പൊന്നു തമ്പുരാന്, ഭയങ്കര വെയിറ്റ് കേട്ടോ. പൊട്ടുകുറ്റിയല്ലടാ. ഈ മെറ്റീരിയലിന്റെ തന്നെ പല ഷേപ്പിലുള്ള, സൈസിലുള്ള പല ടൈപ്പ് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ചെറുതോട്ട് വലിയ സൈസ്. കൂട്ടുകാരെ, ഇത് ഫ്ലവർ ബേസിന്റെ ഒരു പൂക്കാലം. എന്താ രസമാണെന്നറിയാം. നോക്കി, ഞാൻ എണീറ്റ് വരാം. ഇവിടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി, അതാ പറ്റിയത്. ഇതുണ്ടോ? എന്നാ വൈബാന്ന് നോക്കി. ഇവിടെ ഒന്നുമല്ല, ഇതാ ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ടോ, ഓടിയോ. ഇതുണ്ടോ? അടിപൊളി. കൂട്ടുകാരെ, ഞാൻ കയറാൻ പോവാ. നിങ്ങൾ വരുന്നുണ്ടോ? ഇത് ഇപ്പൊ വണ്ടി വിടും. വാ, ഓടിയോ. പ്രിയ കൂട്ടുകാരെ, ഇത് ബുദ്ധ ഭഗവാന്റെ പല രീതിയിലുള്ള രൂപങ്ങൾ കണ്ടു.
അതിലെ എന്തോ ഈ ക്ലോക്കിന് എന്തെങ്കിലും ഒരു ചരിത്രമുണ്ടോ? ഈ ക്ലോക്കിന്റെ പേര് ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് എന്നാ. ഗ്രാൻഡ് ഫാദർ Father ക്ലോക്ക്, clock. അതായത് മുത്തച്ഛൻ ക്ലോക്ക്. ഇത് പണ്ടത്തെ രാജാക്കന്മാരുടെ കാലത്ത് ആ. അവർ ഈ ഒരു ഏകദേശ ഷേപ്പുള്ള പോലത്തെ ക്ലോക്കുകളാണ് യൂസ് ചെയ്തുകൊണ്ട്. അപ്പൊ അത് ഇത് തീർന്നോ? ഇനി മേലിൽ ഇനി മുകളിൽ ടോയ്സ്, ബാഗ്സ്, അങ്ങനെ കുറെ കളക്ഷൻസ് ഇനിയും കാണാനുണ്ട്. അപ്പൊ ഇനിയും പ്രേക്ഷകരെ കാണാനുണ്ട്. പിന്നെ വേറൊരു വെടിക്കെട്ട് സംഭവമുണ്ട്, ഒരു ഒട്ടകത്തിന്റെ സംഭവമുണ്ട്. അത് മരുഭൂമിയിൽ നിന്ന് വരുന്നേ ഉള്ളൂ. അത് അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണാൻ പറ്റും. പിന്നെ ഇതുവഴി യാത്ര ചെയ്യുന്ന ആൾക്കാർ ഏത് നാട്ടിൽ നിന്ന് വന്നവരും അവിടെ സംഗീത ഗിഫ്റ്റ് ഹൗസിലോട് ജസ്റ്റ് ഒന്നും മേടിച്ചില്ലെങ്കിൽ ജസ്റ്റ് ഒരു മ്യൂസിയം പോലാണ്. ഇവിടെ ഒരുപാട് കളക്ഷൻസ്. ഞാൻ പറഞ്ഞ എയർപോർട്ടിലെ നമ്മുടെ ഒരു ഡ്യൂട്ടി ഫ്രീക്ക് അത് കയറത്തില്ലേ എന്ന് പറഞ്ഞ പോലാണ്. ധൈര്യമായിട്ട് വാ. അപ്പോ എന്നിരുന്നാലും അതിലേടാ വരാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ സുലാൻ